വയനാട്ടിലെ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. ചിമ്മിനി ഉൾക്കാടുകളിൽ വനം വകുപ്പ് പരിശോധന കർശനമാക്കി. പാലപ്പള്ളി കൊച്ചിൻ മലബാർ കമ്പനിയുടെ ചിമ്മിനി ഹെഡ് ഓഫീസ് തോട്ടം തൊഴിലാളികൾ ഉപരോധിച്ചു. ശമ്പളം ഗഡുക്കളായി നൽകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ചാലക്കുടിയിൽ ഇന്നസെന്റ് MP തന്നെ മത്സരിക്കും. ഒരവസരം കൂടി നൽകാൻ CPM സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനം. വീണ്ടും ജനവിധി തേടിയാലും ജയം ഉറപ്പെന്ന് ഇന്നസെന്റ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കനത്ത ശിക്ഷ ലഭിക്കുന്നതായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. LDF-നും UDF-നും വോട്ട് നൽകിയാൽ ഒരേ ഫലമെന്നും ശോഭാ സുരേന്ദ്രൻ. കുന്നംകുളം നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി ആലിക്കൽ തൽസ്ഥാനം രാജിവെച്ചു. DCC പ്രസിഡന്റ് TN പ്രതാപന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജി. വാർത്തകൾ വിശദമായി. വയനാട്ടിൽ മാവോയിസ്റ്റ് സംഘവുമായി ഏറ്റുമുട്ടലുണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്ത സാഹചര്യത്തിൽ ജില്ലയിലും ജാഗ്രത. കഴിഞ്ഞ ദിവസം രാത്രിയിൽ വയനാട് വൈത്തിരി ലക്കിടി റിസോർട്ടിൽ മാവോയിസ്റ്റ് സംഘവും പോലീസും തമ്മിൽ നടന്ന വെടിവയ്പിൽ മാവോയിസ്റ്റ് നേതാവ് CP ജലീൽ കൊല്ലപ്പെട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു. ആക്രമണത്തിന് ശേഷം മാവോയിസ്റ്റ് സംഘം വനത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ജില്ലയിലെ വനാതിർത്തികളോട് ചേർന്ന് കിടക്കുന്ന പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. മലക്കപ്പാറ, അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിലേക്കാണ് ആഭ്യന്തര വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ആദിവാസി കോളനികൾ കേന്ദ്രീകരിച്ച് നിരീക്ഷണം വേണമെന്നും നിർദ്ദേശമുണ്ട്. 6 വർഷം മുൻപ് ഷോളയാർ ആനക്കയം കോളനിയിൽ മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന് വിവരം ലഭിച്ചിരുന്നു. ഇപ്പോൾ ആനക്കയം കാടർ കോളനിയിലെ വീടുകൾ ആൾതാമസമില്ലാതെ കിടക്കുകയാണ്. പ്രളയകാലത്തെ ഉരുൾപൊട്ടലിൽ ആനക്കയത്തെ കാടർ വിഭാഗക്കാരെ ഇവിടെ നിന്നും മാറ്റിയിരുന്നു. കൽപ്പറ്റയിൽ മാവോയിസ്റ്റ് ഏറ്റുമുട്ടലുണ്ടായ പശ്ചാത്തലത്തിൽ ചിമ്മിനി ഉൾക്കാടുകളിൽ വനം വകുപ്പ് പരിശോധന കർശനമാക്കി. പാലക്കാട് ജില്ലയുമായി അതിർത്തി പങ്കിടുന്ന ഉൾക്കാടുകളിലാണ് വനം വകുപ്പിന്റെ പരിശോധന. സംശയാസ്പദമായ രീതിയിൽ ആരെ കണ്ടാലും ചോദ്യം ചെയ്യാനും വൈൽഡ് ലൈഫ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ട്. ഉൾക്കാടുകളിൽ ഫയർലൈൻ നിർമ്മിക്കുന്ന ആദിവാസികൾക്കും വനം വകുപ്പിലെ വാച്ചർമാർക്കുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വൈൽഡ് ലൈഫ് വാർഡന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത്. വനമേഖല ഉൾപ്പെടുന്ന വരന്തരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ആഭ്യന്തര വകുപ്പിന്റെ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഇതേ തുടർന്ന് പാലപ്പള്ളി, എച്ചിപ്പാറ എന്നിവിടങ്ങളിൽ പോലീസ് പരിശോധന നടത്തി. ശമ്പളം കൃത്യമായി നൽകാത്തതിൽ പ്രതിഷേധിച്ച് പാലപ്പള്ളി കൊച്ചിൻ മലബാർ കമ്പനിയുടെ ചിമ്മിനി ഹെഡ് ഓഫീസ് തോട്ടം തൊഴിലാളികൾ ഉപരോധിച്ചു. കമ്പനി ജനറൽ മാനേജർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ, 2 ജീവനക്കാർ എന്നിവരെയാണ് തൊഴിലാളികൾ ഉപരോധിച്ചത്. എല്ലാ മാസവും 7-ാം തീയതിയാണ് തൊഴിലാളികൾക്ക് ശമ്പളം നൽകുന്നത്. കഴിഞ്ഞ 3 മാസമായി തൊഴിലാളികൾക്ക് ശമ്പള ദിവസം പകുതി ശമ്പളവും ബാക്കി ശമ്പളം 2 ആഴ്ചയ്ക്കുള്ളിലുമാണ് നൽകിയിരുന്നത്. മുഴുവൻ ശമ്പളവും ഒരു ദിവസം തന്നെ നൽകണമെന്ന് കഴിഞ്ഞ മാസം തൊഴിലാളികൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ വ്യാഴാഴ്ച പകുതി ശമ്പളം തൊഴിലാളികളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചതായി നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധപ്പെടുത്തിയതോടെയാണ് തൊഴിലാളികൾ പ്രകോപിതരായത്. കമ്പനിയുടെ ചിമ്മിനി, എച്ചിപ്പാറ, പുതുക്കാട് ഡിവിഷനുകളിലെ തൊഴിലാളികൾ സംഘടിച്ച് ഹെഡ് ഓഫീസ് ഉപരോധിക്കുകയായിരുന്നു. സ്ത്രീ തൊഴിലാളികൾ ഉൾപ്പെടെ 200ഓളം തൊഴിലാളികളാണ് ഉപരോധ സമരത്തിൽ പങ്കെടുത്തത്. ഓഫീസിലെ സ്ത്രീകളായ 2 ജീവനക്കാരെ 5 മണിക്ക് പോകാൻ അനുവദിച്ചെങ്കിലും മറ്റുള്ളവരെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ തൊഴിലാളികൾ ഉപരോധിക്കുകയായിരുന്നു. സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ പിന്തുണയോടെയാണ് ഉപരോധ സമരം നടത്തുന്നത്. കമ്പനിയുടെ 3 ഡിവിഷനിലായി 400 സ്ഥിരം തൊഴിലാളികളാണ് ജോലി ചെയ്യുന്നത്. 6000 രൂപയാണ് ഓരോ തൊഴിലാളികൾക്കും ലഭിക്കുന്ന പരമാവധി മാസശമ്പളം. അതിൽ നിന്ന് പകുതി ശമ്പളം മാത്രം ലഭിക്കുമ്പോൾ ഏറെ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയാണ് ശമ്പളം ഗഡുക്കളായി നൽകുന്നതെന്നാണ് കമ്പനിയുടെ വിശദീകരണം. ഉപരോധ സമരം 3 മണിക്കൂർ പിന്നിട്ടപ്പോൾ ട്രേഡ് യൂണിയൻ നേതാക്കളും കമ്പനി മാനേജ്മെന്റും തമ്മിൽ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമാകാതെ പിരിഞ്ഞു. അടുത്ത ചൊവ്വാഴ്ച ബാക്കി ശമ്പളം നൽകാമെന്ന കമ്പനിയുടെ തീരുമാനം തൊഴിലാളികൾ അംഗീകരിച്ചില്ല. അടുത്ത ദിവസം തന്നെ ശമ്പളം നൽകാമെന്ന ഉറപ്പ് ലഭിച്ചാൽ മാത്രമേ ഉപരോധ സമരം അവസാനിപ്പിക്കുകയുള്ളൂവെന്നാണ് തൊഴിലാളികളുടെ നിലപാട്. TCV പുതുക്കാട്. ചാലക്കുടിയിൽ ഇന്നസെന്റ് MP തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകും. CPM സംസ്ഥാന സമിതി യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമായത്. ഇന്നസെന്റിന് ഒരു അവസരം കൂടി നൽകാൻ യോഗത്തിൽ തീരുമാനിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന CPM ചാലക്കുടി പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇന്നസെന്റിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച് ചില നേതാക്കൾ ഭിന്നാഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച സ്ഥാനാർത്ഥി പട്ടിക ദേശീയ നിർവാഹക സമിതി അംഗം അംഗീകരിച്ചു. ഇതോടെ തൃശൂരിലെ ഇടത് സ്ഥാനാർത്ഥി CPIയിലെ രാജാജി മാത്യു തോമസിന്റെ സ്ഥാനാർത്ഥിത്വത്തിന് ഔദ്യോഗിക അംഗീകാരമായി. അയ്യപ്പന്റെ ആചാരങ്ങളെ തകർത്ത കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കനത്ത ശിക്ഷ ലഭിക്കുന്നതായിരിക്കും
വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ബി.ജെ.പി. മധ്യമേഖലാ പരിവർത്തന ജാഥയ്ക്ക് കുന്നംകുളത്ത് നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. മണ്ഡലം പ്രസിഡന്റ് കെ.എ. രാജേഷ് അധ്യക്ഷത വഹിച്ചു. ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് എ. നാഗേഷ്, അലി അക്ബർ, പി. ഗോപിനാഥ്, അഡ്വക്കേറ്റ് ബി. ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. എൽ.ഡി.എഫിനും യു.ഡി.എഫിനും വോട്ട് നൽകിയാൽ ഒരേ ഫലം എന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ നയിക്കുന്ന പരിവർത്തന യാത്രയ്ക്ക് ഓട്ടുപാറയിൽ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അവർ. ബി.ജെ.പി. നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ. ഗിരീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മഹിളാ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് വി. ടി. രമ, കർഷക മോർച്ച സംസ്ഥാന സെക്രട്ടറി പി. ജി. രവീന്ദ്രൻ, ടി. ആർ. സതീശൻ, ഐ. എൻ. രാജേഷ്, മോഹനൻ പോട്ടോർ തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം നഗരസഭാ കൌൺസിലറും നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ ഷാജി ആലിക്കൽ പൊതുമരാമത്ത് സമിതിയിൽ നിന്നും രാജിവെച്ചു. ഡി.സി.സി. പ്രസിഡന്റ് ടി. എൻ. പ്രതാപന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജി. വൈകിട്ട് 2:45 നഗരസഭാ സെക്രട്ടറിക്കാണ് രാജിക്കത്ത് നൽകിയത്. സ്ഥിരസമിതി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുമായി സഹകരിച്ചതിന് പാർട്ടി ഷാജി ഉൾപ്പെടെ 6 പേരെ പുറത്താക്കിയിരുന്നു. തിരിച്ചെടുക്കാൻ സ്ഥാനം രാജിവെക്കണമെന്നായിരുന്നു നിർദ്ദേശം. കഴിഞ്ഞ ദിവസം ഡി.സി.സി. പ്രസിഡന്റ് ടി. എൻ. പ്രതാപനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അധ്യക്ഷ സ്ഥാനം രാജിവെക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നു. തുടർന്ന് വ്യാഴാഴ്ച രാവിലെ ഡി.സി.സി. സെക്രട്ടറി ബിജോയ് ബാബുവിനൊപ്പം ഓഫീസിലെത്തി പ്രസിഡന്റിന് രാജി സന്നദ്ധത അറിയിച്ചുള്ള കത്ത് നൽകുകയും നഗരസഭാ ഓഫീസിലെത്തി രാജിക്കത്ത് നൽകുകയുമായിരുന്നു. നഗരസഭാ സ്ഥിരസമിതി തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുമായി സഹകരിച്ചതിനാണ് ഷാജി ഉൾപ്പെടെ 7 പേരെ കോൺഗ്രസ് പുറത്താക്കിയത്. ഇതിൽ ഒരംഗം മുൻപേ മാപ്പപേക്ഷ നൽകി പാർട്ടിയിലേക്ക് തിരിച്ചുപോയി. ഷാജിക്കൊപ്പം സ്ഥിരസമിതി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിന് പാർട്ടിയിൽ നിന്നും പുറത്തായ മറ്റ് 5 കോൺഗ്രസ് അംഗങ്ങളിൽ 2 പേർ കഴിഞ്ഞ ദിവസം സ്ഥിരസമിതി അംഗത്വം രാജിവെച്ചിരുന്നു. പുറത്താക്കപ്പെട്ട ആനന്ദനും ഇന്ദിരയും സ്ഥാനം രാജിവെച്ചത് പാർട്ടിയിലേക്ക് തിരിച്ചുവരുന്നതിനാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം വിശ്വസിക്കുന്നത്. ജില്ലയിൽ കോൺഗ്രസിന് യോജിച്ച് പ്രവർത്തിക്കാൻ തയ്യാറുള്ള കോൺഗ്രസിന്റെ അനുഭാവികളായ കോൺഗ്രസുകാരായ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് നിർത്തുന്നതിന്റെ ഭാഗമായി എല്ലാ തരത്തിലുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്വവും അതുപോലെ തന്നെ ചെയർമാൻ സ്ഥാനം രാജിവെച്ചുകൊണ്ട് മാതൃസംഘടനയിൽ നിരുപാധികം തിരിച്ചു വരണമെന്നുള്ള പാർട്ടി നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ ടി. എൻ. പ്രതാപന്റെ നിർദ്ദേശാനുസരണം പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷാജി ആലിക്കൽ രാജിവെച്ച് കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച ശ്രീ ആനന്ദനും ഇന്ദിരയും KPCCയുടെയും BCCയുടെയും തീരുമാനം അതേപ്രകാരം അനുസരിച്ചിരിക്കുകയാണ്. സ്ഥാനമാനങ്ങൾ രാജിവെച്ച് പാർട്ടിയിലേക്ക് തിരിച്ചുവന്ന ഷാജി ആലിക്കലിന് അർഹമായ പ്രാതിനിധ്യം നൽകുമെന്നും ബിജോയ് ബാബു പറഞ്ഞു. TCV കുന്നംകുളം. കടലിൽ തീവ്രവാദ പരിശീലന സാധ്യതയെന്ന മുന്നറിയിപ്പിനെ തുടർന്നുള്ള പരിശോധനയ്ക്കിടയിൽ തമിഴ്നാട് സ്വദേശി പിടിയിലായി. തീരദേശ പോലീസ് ഇന്റലിജൻസ് വിഭാഗം നടത്തിയ പരിശോധനയിലാണ് തമിഴ്നാട് തിരുപ്പൂർ സ്വദേശി സത്യരാജിനെ കസ്റ്റഡിയിലെടുത്തത്. വായു നിറച്ച എഞ്ചിൻ ഘടിപ്പിച്ച ജെമിനി ബോട്ടിൽ പുലർച്ചെ ഇയാൾ കായിക പരിശീലനം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെത്തിയ സത്യരാജിനെ കസ്റ്റഡിയിലെടുത്ത് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ സാഹസിക യാത്രികനായ ഇയാൾ തമിഴ്നാട് കൃഷിവകുപ്പിൽ ജീവനക്കാരനാണെന്ന് വ്യക്തമായി. തമിഴ്നാട് പോലീസുമായി ബന്ധപ്പെട്ട ശേഷം സത്യരാജിനെ വിട്ടയച്ചു. കോസ്റ്റൽ SI N. ഷിബു, ഇന്റലിജൻസ് ASI മണികണ്ഠൻ, സിവിൽ പോലീസ് ഓഫീസർ VN പ്രശാന്ത് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് തമിഴ്നാട് സ്വദേശിയെ കസ്റ്റഡിയിലെടുത്തത്. ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്ത് തീരമേഖലയിൽ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ബൈക്ക് അപകടത്തിൽ വയോധികൻ മരിച്ചു. ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിക്കൽ മനക്കൽ പാടത്ത് വീട്ടിൽ 73 വയസ്സുള്ള അബ്ദുൽ ഖാദറാണ് മരിച്ചത്. വെട്ടിക്കാട്ടിരി പള്ളി കേന്ദ്ര ജമാഅത്ത് മഹല്ല് കമ്മിറ്റി പ്രസിഡന്റാണ്. ബുധനാഴ്ച രാത്രി വെട്ടിക്കാട്ടിരി പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ബൈക്ക് ഇടിക്കുകയായിരുന്നു. തലയ്ക്ക് പരിക്കേറ്റ ഇയാളെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദീർഘകാലമായി വെട്ടിക്കാട്ടിരി പള്ളിയിൽ പ്രസിഡന്റായിരുന്നു. ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചൊവ്വൂരിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന അരിപ്പാലം സ്വദേശി മരിച്ചു. പറയത്തനായ ചിനിക്കപ്പറമ്പിൽ അന്തോണി മകൻ 59 വയസ്സുള്ള ആൻസെറ്റസ് ആണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ കരിങ്കൽ ക്വാറിയിൽ വീണ് കടങ്ങോട് സ്വദേശി മരിച്ചു. കുഴിപ്പത്ത് കോളനിയിൽ ചീരത്ത് കോരൻ മകൻ 46 വയസ്സുള്ള സുരേഷാണ് മരിച്ചത്. വളാഞ്ചേരി എടയൂരിലെ കരിങ്കൽ ക്വാറിയിൽ വെച്ച് വ്യാഴാഴ്ച രാവിലെയാണ് അപകടം നടന്നത്. ജാക്ക് ഹാമർ തൊഴിലാളിയായ സുരേഷ് പാറ പൊട്ടിക്കാൻ കുഴിയെടുക്കുന്നതിനിടയിൽ മുകളിൽ നിന്ന് വീഴുകയായിരുന്നു. ഇടവേള.
ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തകളിലേക്ക്. വടക്കേക്കാട് മുക്കിലപ്പിടിക കല്ലുങ്ങൽ റോഡിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ 4 പേരെ 5 വർഷം കഠിന തടവിന് ശിക്ഷിച്ചു. ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയുടേതാണ് വിധി. വടക്കേക്കാട് കാഞ്ഞിരപ്പള്ളി ഫാജിദ്, സഹോദരൻ ഫൈസൽ, വൈലത്തൂർ നാറാണത്ത് അബ്ദുൽ ഖയ്യൂം, വൈലത്തൂർ ഞമനേങ്ങാട് വെള്ളത്തടത്തിൽ കരീം എന്നിവരെയാണ് അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജി KN ഹരികുമാർ ശിക്ഷിച്ചത്. 2014 ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. വടക്കേക്കാട് പുക്കയിൽ അസീഖിനെ മാരകായുധങ്ങളുമായി സംഘം ചേർന്ന് ആക്രമിക്കുകയായിരുന്നു. CIമാരായ KG സുരേഷ്, സിബിച്ചൻ ജോസഫ്, KT സലീൽ എന്നിവരാണ് കേസന്വേഷണം നടത്തിയത്. പ്രോസിക്യൂഷനു വേണ്ടി അഡ്വക്കേറ്റ് KB സുനിൽകുമാർ ഹാജരായി. സ്കൂൾ വിദ്യാർത്ഥിക്ക് ഓട്ടോയിൽ നിന്നും തെറിച്ചുവീണ് പരിക്കേറ്റു. പഴുവിൽ ഗോകുലം സ്കൂളിലെ UKG വിദ്യാർത്ഥിയായ 6 വയസ്സുള്ള ധനുഷാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂൾ വിട്ട ശേഷം വാളമുക്കിലുള്ള വീട്ടിലേക്ക് ധനുഷ് വന്നിരുന്ന ഓട്ടോയിൽ 3 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു. പെരിങ്ങോട്ടുകര മേനോൻ ഷെഡിന് സമീപത്ത് വെച്ച് ഓട്ടോ ടാക്സിയുടെ വാതിൽ തുറന്ന് ധനുഷ് തെറിച്ചു പോകുകയായിരുന്നു. വാളമുക്ക് നെടുന്തടത്ത് വീട്ടിൽ ഷിബിയുടെ മകനാണ് ധനുഷ്. തെറിച്ചുവീണ ധനുഷിന്റെ ചെവിയിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിരുന്നതായി പറയുന്നു. കുട്ടിയെ ഉടൻ തന്നെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു. ചേലക്കര പഞ്ചായത്തിലെ 7ാം വാർഡിൽ കുടിവെള്ളം ലഭ്യമാക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചു. മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ചെറിയാൻ, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PA അച്ഛൻകുഞ്ഞ്, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രദീപ് നമ്പ്യാത്ത് തുടങ്ങിയവരും പ്രദേശവാസികളും സമരത്തിൽ പങ്കെടുത്തു. തുടർന്ന് ചേലക്കര ASIയുടെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കാമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത്. വനിതകളുടെ ക്ഷേമത്തിന് പുതിയ ചുവടുവയ്പുമായി പെരിഞ്ഞനം പഞ്ചായത്ത്. വനിതകൾക്ക് മാത്രമായി ഹെൽത്ത് ക്ലബ്ബ് ആരംഭിച്ചാണ് പഞ്ചായത്ത് മാതൃകയായത്. കുറ്റിലക്കടവ് സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിലാണ് പ്രത്യേക ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് KK സജിത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സുധീർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സ്മിത ഷാജി, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സജീവൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കമൽജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയിൽ പട്ടികജാതിക്കാർക്കായി നിർമ്മിച്ച വികസന മന്ദിരം നാശത്തിന്റെ വക്കിൽ. 2015 ടാണാവിലെ പട്ടികജാതി കോളനിക്ക് സമീപമാണ് ലക്ഷങ്ങൾ ചിലവിട്ട് 2 നിലകളിലായി കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ ഉദ്ഘാടനം നടത്തിയതൊഴിച്ചാൽ കെട്ടിടം പ്രവർത്തന സജ്ജമാക്കാൻ ഇതുവരെ നഗരസഭയ്ക്കായിട്ടില്ല. കെട്ടിടത്തിൽ ആവശ്യമായ വെള്ളം, വൈദ്യുതി എന്നിവ എത്തിക്കാനും നടപടികളുണ്ടായിട്ടില്ല. കെട്ടിടത്തിന്റെ പല ഭാഗങ്ങളും കാടുകയറിയ നിലയിലാണ്. നഗരസഭ കെട്ടിടം സംരക്ഷിക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കും എന്ന് പ്രദേശവാസികൾ പറഞ്ഞു. പ്രളയത്തെ തുടർന്ന് ലഭിച്ച കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നതിൽ സർക്കാർ സുതാര്യത കാണിച്ചില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി KPA മജീദ് പറഞ്ഞു. മുസ്ലിം ലീഗ് പ്രളയ ദുരിതാശ്വാസ സഹായ വിതരണം ചാവക്കാട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മുസ്ലിം ലീഗ് ഗുരുവായൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് RV അബ്ദുൾ റഹീം അധ്യക്ഷത വഹിച്ചു. 21 പേർക്ക് 75,000 രൂപ വീതം മൊത്തം 15,75,000 രൂപ വീട് പുനരുദ്ധാരണത്തിന് നൽകി. സംസ്ഥാന സെക്രട്ടറിമാരായ CH റഷീദ്, KS ഹംസ, ജില്ലാ സെക്രട്ടറി PM അമീർ, RP ബഷീർ, അസ്കർ തങ്ങൾ എന്നിവർ സംസാരിച്ചു. മധുക്കരയിൽ വീട്ടിൽ പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടർ സാമൂഹ്യവിരുദ്ധർ കത്തിച്ചതായി പരാതി. മധുക്കര കണ്ടിരുത്തി മനോഹരന്റെ സ്കൂട്ടറാണ് കത്തി നശിച്ചത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പാവർട്ടി SI ആദം ഖാന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. അക്രമ രാഷ്ട്രീയത്തിനും ശബരിമലയെ തകർക്കുന്നതിനും വികസന മുരടിപ്പിനുമെതിരെ BJP സംസ്ഥാന സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ നയിക്കുന്ന മേഖലാ യാത്രയ്ക്ക് ചേലക്കരയിൽ സ്വീകരണം നൽകി. സിനിമാ സംവിധായകനും BJP സംസ്ഥാന സമിതി അംഗവുമായ അലി അക്ബർ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PK മണി അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറി രാജേഷ് നമ്പ്യാത്ത്, പ്രഭാകരൻ മാജാടി, കവിത ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു.
പുതുക്കാട് JCI ട്രിച്ചൂർ ഗ്രീൻ സിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച 6 വനിതകളെ ആദരിച്ചു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. JCI പ്രസിഡന്റ് ജോസ് സാന്റോ തോമസ് അധ്യക്ഷനായിരുന്നു. ശുചിത്വ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലും പെട്രോൾ പമ്പിലും JCI സാനിറ്ററി നാപ്കിൻ വെൻഡിംഗ് മെഷീനുകൾ സ്ഥാപിച്ചു. JCI ഇന്ത്യ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് രാഖി ജെയിൻ ഉദ്ഘാടനം ചെയ്തു. സോൺ പ്രസിഡന്റ് രജനീഷ് ആവിയൻ, മേരിയാൻ ജോസാൻഡോ, മുഹമ്മദ് സാലു എന്നിവർ പങ്കെടുത്തു. ഗുരുവായൂർ ഇരിങ്ങപ്പുറം കനിവ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ PA പുരുഷോത്തമൻ അനുസ്മരണവും ധനസഹായ വിതരണവും നടത്തി. ഇരിങ്ങപ്പുറം ALP സ്കൂൾ പരിസരത്ത് നടന്ന അനുസ്മരണ സമ്മേളനം ഗുരുവായൂർ നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ TS ഷെനിൽ ഉദ്ഘാടനം ചെയ്തു. കനിവ് ചാരിറ്റബിൾ മാനേജിംഗ് ട്രസ്റ്റി AS മനോജ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി വിജയൻ മനയിൽ, ട്രഷറർ VP വിൻസെന്റ്, CN മേരി എന്നിവർ സംസാരിച്ചു. 47 പേർക്കാണ് ട്രസ്റ്റ് പ്രതിമാസ ധനസഹായം നൽകിയത്. ഗുരുവായൂർ നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 13-ന് വിവിധ പരിപാടികളോടെ കുറൂരമ്മ ദിനം ആഘോഷിക്കും. പുലർച്ചെ 5-ന് ഗുരുവായൂരപ്പന് ശ്രീലകത്ത് നെയ്വിളക്ക് സമർപ്പണം, ഗണപതി ഹോമം, കുറൂരമ്മയുടെ ബിംബത്തിൽ മാല ചാർത്തൽ, പുഷ്പാർച്ചന എന്നിവ നടക്കും. തുടർന്ന് ഗുരുവായൂരപ്പ സന്നിധിയിൽ നിന്ന് ശ്രീകൃഷ്ണ വിഗ്രഹവും നാരായണീയവും നാദസ്വരം, നാമജപം, മുത്തുകുടകൾ എന്നിവയുടെ അകമ്പടിയിൽ നഗരസഭാ ടൗൺഹാളിലേക്ക് എഴുന്നള്ളിക്കും. 8-ന് 1000-ലധികം അമ്മമാർ സംബന്ധിച്ചുള്ള സമ്പൂർണ്ണ നാരായണീയ പാരായണം, 10-ന് ആധ്യാത്മിക സമ്മേളനം, അന്നദാനം എന്നിവയും ഉണ്ടാകും. തെക്കുംകര പഞ്ചായത്തിലെ കുടുംബശ്രീ CDS ഇന്റർ സബ്സിഡി വിതരണ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് MK ശ്രീജ അധ്യക്ഷയായിരുന്നു. വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന കുര്യൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ പങ്കെടുത്തു. എടത്തുരുത്തി പഞ്ചായത്തിലെ ചാമക്കാല പ്രാഥമികാരോഗ്യ കേന്ദ്രം ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുടുംബാരോഗ്യ കേന്ദ്രമാക്കി ഉയർത്തുന്നതിന്റെ ഭാഗമായി പുതിയ കെട്ടിട നിർമ്മാണം ആരംഭിച്ചു. സർക്കാരിന്റെയും പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും ഫണ്ടുകൾ ഉപയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ET ടൈസൺ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം BG വിഷ്ണു, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീന വിശ്വൻ എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ നഗരസഭയിൽ PMAY ലൈഫ് പദ്ധതിയുടെ ഭാഗമായി ഭവന നിർമ്മാണ ഗുണഭോക്താക്കൾക്ക് അധിക ധനസഹായം വിതരണം ചെയ്തു. KV അബ്ദുൽ ഖാദർ MLA വിതരണോദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ VS രേവതി അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ KP വിനോദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ എന്നിവർ സംസാരിച്ചു. 20 ഗുണഭോക്താക്കൾക്കായി 1,60,90,95,000 രൂപയാണ് വിതരണം ചെയ്തത്. ചടങ്ങിൽ ഗുണഭോക്തൃ വിഹിതം തിരികെ നൽകലും തൊഴിലുറപ്പ് പദ്ധതി തൊഴിൽ കാർഡ് വിതരണവും നടന്നു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിൽ നയങ്ങൾക്കെതിരെ ജില്ലാ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് യൂണിയൻ കൊടകരയിൽ നടത്തിയ ധർണ CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. VM വിനോജ് അധ്യക്ഷത വഹിച്ചു. CITU കൊടകര ഏരിയ സെക്രട്ടറി PR പ്രസാദൻ, AC വേലായുധൻ, ഹേമലത സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മാള ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി തുറന്നിട്ട കാന അപകടക്കെണിയായി. കാൽനടയാത്രക്കാരും ഇരുചക്രവാഹന യാത്രക്കാരുമാണ് അപകടത്തിൽപ്പെടുന്നവരിൽ ഏറെയും. സ്ലാബിട്ട് മൂടാത്ത കാനയുടെ ഭാഗം തുറന്നു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട പരാതികളെ തുടർന്നാണ് പണി നിർത്തിവെച്ചത്. റോഡിനോട് ചേർന്നുള്ള തുറന്നു കിടക്കുന്ന കാനയുടെ മുന്നിൽ മുന്നറിയിപ്പ് ബോർഡെങ്കിലും സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മാള ടൗണിൽ സ്ഥിരമായി അപകടമുണ്ടാക്കുന്ന കാനയിൽ പൊതുപ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് വാഴ നട്ട് പ്രതിഷേധിച്ചു. പ്രതീകാത്മക സമരത്തിന് പൊതുപ്രവർത്തകരായ വിനോദ് വിധേയത്തിൽ, സോയ് കോലഞ്ചേരി, ഷിൻഡോ എടാട്ടുകാരൻ എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. അമ്മയ്ക്ക് കളർഫുൾ സാരി ഇതുടുത്താൽ കല്യാണ പെണ്ണ് തന്നെ. അതെ, ഡിസൈനർ സാരി, സെറ്റ് സാരി, ചുരിദാർ, ഫ്രോക്ക്, കുട്ടികൾക്കുള്ള റെഡിമെയ്ഡ്സ്, ഷർട്ട്, ജീൻസ് ഇതെല്ലാം ഇവിടുന്ന് സെലക്ട് ചെയ്യാനുണ്ട്. സാധാരണക്കാരുടെ വിവാഹ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുവാൻ കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം.
വാർത്തകളിലേക്ക്. പാഞ്ഞാൾ വാഴാലിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം ഭാരതപ്പുഴയിൽ നിർമ്മിച്ച കുളിക്കടവിന്റെ ഉദ്ഘാടനം UR പ്രദീപ് MLA നിർവഹിച്ചു. പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത് അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. തങ്കമ്മ, പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PR മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ ദിനാചരണത്തോടനുബന്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുന്ന സ്ത്രീകൾക്കായി നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രി, അന്ധതാ നിവാരണ പദ്ധതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ നഗരസഭയും പോലീസിന്റെയും സഹകരണത്തോടെയാണ് നേത്രപരിശോധന സംഘടിപ്പിച്ചത്. മുല്ലശ്ശേരി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ വനിതാ വാർഡ് ശനിയാഴ്ച പൊതുജനങ്ങൾക്ക് തുറന്നു നൽകുമെന്ന് ഭാരവാഹികൾ പാവറട്ടിയിൽ അറിയിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് 35.28 ലക്ഷം രൂപ ചെലവിട്ടാണ് പുതിയ വനിതാ വാർഡ് നിർമ്മിച്ചത്. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ആശുപത്രിയിൽ ക്വാർട്ടർ സ്ഥാപിക്കുന്നതിന് 2 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, വൈസ് പ്രസിഡന്റ് VK രവീന്ദ്രൻ, OS പ്രദീപ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ KT സുജ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പരിയാരം പഞ്ചായത്തിൽ നവീകരിച്ച ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറിയുടെ ഉദ്ഘാടനം ഇന്നസെന്റ് MP നിർവഹിച്ചു. BD ദേവസി MLA അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ജനീഷ് P. ജോസ്, ജില്ലാ പഞ്ചായത്ത് അംഗം CG സിനി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി അശോകൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ എന്നിവർ സംസാരിച്ചു. കുഴൂരിൽ കോൺഗ്രസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എയ്ഡ് ഇന്ത്യ നിർമ്മിച്ചു നൽകുന്ന വീടുകളുടെ താക്കോൽദാനം ശനിയാഴ്ച നടക്കും. 9 വീടുകളിൽ 8 എണ്ണവും നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. 2 ലക്ഷത്തിലധികം രൂപ വീതം ചെലവഴിച്ചാണ് 300 ചതുരശ്ര അടി വിസ്തീർണമുള്ള വീട് നിർമ്മിച്ചത്. കല്യാൺ സിൽക്ക് സാരഥി TS പട്ടാഭിരാമന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ശനിയാഴ്ച രാവിലെ 10-ന് VR സുനിൽകുമാർ MLA ഉദ്ഘാടനവും മുൻ MLA TU രാധാകൃഷ്ണൻ താക്കോൽദാനവും നിർവഹിക്കും. TS പട്ടാഭിരാമൻ മുഖ്യാതിഥിയായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ MA ജോജോ, ND പോൾസൺ, MA ഡേവിഡ്, പോൾസൺ കൊടിയൻ, ബിജു തോട്ടാപ്പള്ളി എന്നിവർ പങ്കെടുത്തു. KCB ചാവക്കാട് സെക്ഷൻ വിഭജിച്ച് എടക്കര ആസ്ഥാനമായി പുതിയ വൈദ്യുതി ഓഫീസ് ആരംഭിക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC കുന്നംകുളം ഡിവിഷൻ സമ്മേളനം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഗുരുവായൂർ മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് KR മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ പ്രസിഡന്റ് ജോബ്സൺ ജോബ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ജെയിംസ് റാഫേൽ, സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി KN രാമൻ, ജില്ലാ പ്രസിഡന്റ് CA ജോളി, ജില്ലാ സെക്രട്ടറി ആന്റോ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. നന്ദിപുലം ഗവൺമെന്റ് UP സ്കൂളിൽ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ നിർവഹിച്ചു. കെട്ടിട നിർമ്മാണത്തിന് സർക്കാർ 75 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. ചടങ്ങിൽ വരദരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, പഞ്ചായത്ത് അംഗം രജനി ശിവരാമൻ, പ്രധാനാധ്യാപിക PK ഖദീജാബി എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ സ്പോർട്സ് അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഫുട്ബോൾ പരിശീലകർക്കുള്ള ദ്വിദിന ട്രെയിനിംഗ് പ്രോഗ്രാമിന് ശനിയാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചാവക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിലും ശിക്ഷക് സദൻ ഹാളിലുമാണ് നടക്കുന്ന പരിശീലനം. രാവിലെ 11-ന് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ ഉദ്ഘാടനം ചെയ്യും. പ്രീമിയർ സ്കിൽ പ്രോജക്ടിന്റെ ഭാഗമായി ജില്ലയിലെ തെരഞ്ഞെടുത്ത 24 പരിശീലകരാണ് 2 ദിവസത്തെ പരിശീലന ക്ലാസ്സിൽ പങ്കെടുക്കുന്നത്. GSA ഭാരവാഹികളായ TM ബാബുരാജ്, VV ഡൊമിനി, PK അസീസ്, ഡേവിഡ് ആന്റോ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ ഗുരുവായൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം CPM ചാവക്കാട് ഏരിയ സെക്രട്ടറി M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. KMCSU യൂണിറ്റ് പ്രസിഡന്റ് TJ പോൾ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KP വിനോദ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാർ തുടങ്ങിയവർ സംസാരിച്ചു. പെരിയ ഇരട്ട കൊലപാതകം CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് മുല്ലശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി മുല്ലശ്ശേരി സെന്ററിൽ സായാഹ്ന ധർണ നടത്തി. ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി PK രാജൻ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് MB സെയ്ദ് മുഹമ്മദ് അധ്യക്ഷനായിരുന്നു. DCC മെമ്പർ ക്ലമന്റ് ഫ്രാൻസിസ്, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു. കാസർകോട് പെരിയയിൽ കൊല ചെയ്യപ്പെട്ട കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകം
CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ചാവക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്ന ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി P. യതീന്ദ്രദാസ് ധർണ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV ഷാനവാസ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് പൊന്നാനി പാർലമെന്റ് ജനറൽ സെക്രട്ടറി TV ബഷീർ മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി AM അലാവുദ്ദീൻ, PV ബദറുദ്ദീൻ, KH ഷാഹുൽ ഹമീദ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ജനകീയ വികസന സെമിനാർ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഗുരുവായൂരിന്റെ വികസന സാധ്യതകളെക്കുറിച്ച് ജനകീയമായ കാഴ്ചപ്പാട് ചർച്ച ചെയ്യുന്നതിനും അധികൃതർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന സെമിനാറിന് മെട്രോമാൻ E. ശ്രീധരൻ നേതൃത്വം വഹിക്കും. ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PV മുഹമ്മദ് യാസിൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, P. മുരളീധര കൈമൾ, അലൈഡ് ഉണ്ണികൃഷ്ണൻ, RV റാഫി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുപ്ലിയം സെന്ററിൽ സ്ഥാപിച്ച ഹൈമാസ്റ്റ് ലൈറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. മന്ത്രി C. രവീന്ദ്രനാഥിന്റെ പ്രത്യേക വികസന ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് ലൈറ്റ് സ്ഥാപിച്ചത്. വരന്തരപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് EM ഉമ്മർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം KJ ഡിക്സൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിലെ 1-ാം വാർഡിൽ 4 റോഡുകളുടെ ഉദ്ഘാടനം നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന ശലമോൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K. ഗോവിന്ദൻകുട്ടി അധ്യക്ഷനായി. അമ്പലപ്പാട്ട് മണികണ്ഠൻ, NK കബീർ, പ്രീതി സതീഷ് എന്നിവർ സംസാരിച്ചു. പാഞ്ഞാൾ പഞ്ചായത്ത് 2018-19 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പും വയോജനങ്ങൾക്ക് കട്ടിലും വിതരണം ചെയ്തു. പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ വെട്ടത്ത് വിതരണോദ്ഘാടനം നിർവഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TK വാസുദേവൻ, വാർഡ് മെമ്പർമാരായ ജോണി മണിച്ചിറ, PR മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. ചാലക്കുടി കണ്ണമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഈ മാസം 9, 10 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 7-ന് മരുത്തോമ്പിള്ളി ഭരതക്ഷേത്രത്തിൽ നിന്നും പറയെഴുന്നള്ളിപ്പ് ആരംഭിക്കും. ഉച്ചയ്ക്ക് ക്ഷേത്രനടയിൽ 1001 കദീനാവെടി, വൈകിട്ട് കാഴ്ച ശീവേലി എന്നിവയും പാണ്ടിമേളവും കുടമാറ്റവും നടക്കും. ജനറൽ കൺവീനർ സുന്ദരൻ പാമടത്ത്, സേവാസമിതി സെക്രട്ടറി വിജയൻ മൂഴിക്കൽ, കൺവീനർ ബാലകൃഷ്ണൻ ചൂണ്ടാണി, കൺവീനർമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി വാണിജ്യം. ഹോണ്ട പ്രീമിയം കാറുകളുടെ 10th ജനറേഷൻ മോഡലായ ഓൾ ന്യൂ സിവിക്കിന്റെ ലോഞ്ചിങ്ങും ആദ്യ വിൽപ്പനയും ജോൺസ് ഹോണ്ട കാർസ് തൃശൂർ വിയൂർ ഷോറൂമിൽ നടന്നു. ഹൈക്കോൺ ഇന്ത്യ ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റോ ജോർജ്, ജോൺസ് ഗ്രൂപ്പ് ഡയറക്ടർ ജോൺ എ തയ്യിൽ എന്നിവർ ചേർന്ന് ഓൾ ന്യൂ സിവിക്കിന്റെ ലോഞ്ചിങ്ങും ഡോക്ടർ ബഷീറിനും കുടുംബാംഗങ്ങൾക്കും താക്കോൽ കൈമാറിക്കൊണ്ട് ആദ്യ വിൽപ്പനയും നിർവഹിച്ചു. ചലച്ചിത്ര പിന്നണി ഗായകൻ യദു എസ് മാരാർ മുഖ്യാതിഥിയായി. ജോൺസ് ഹോണ്ട കാർസ് സെയിൽസ് മാനേജർ കിരൺ അരവിന്ദാക്ഷൻ, ജോൺസ് ഹോണ്ട വിയൂർ ഷോറൂം സർവീസ് മാനേജർ പ്രിൻസൻ പൈലോത്ത് തുടങ്ങിയവരും ജോൺസ് ഹോണ്ട കസ്റ്റമേഴ്സും ജോൺസ് ഹോണ്ട കുടുംബാംഗങ്ങളും ലോഞ്ചിംഗ് സെറമണിയിൽ സന്നിഹിതരായി. റിമോട്ട് എഞ്ചിൻ സ്റ്റാർട്ടർ, 5-സ്റ്റാർ ആസിയൻ ആൻഡ് ക്യാബ് റേറ്റിംഗ്, ഷാർപ്പ് ബോഡി ലൈനോട് കൂടിയ സ്പോർട്ടി ലുക്ക്, ഡീസൽ മോഡലിന് 26.8 കിലോമീറ്റർ മൈലേജ്, ലെയിൻ വാച്ച്, ബ്രേക്ക് ഹോൾഡോട് കൂടിയ ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക്, 17.7 സെന്റിമീറ്റർ ഡിസ്പ്ലേ ഓഡിയോ, 17.7 സെന്റിമീറ്റർ TFT മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ മീറ്റർ തുടങ്ങിയവ ഹോണ്ട ഓൾ ന്യൂ സിവിക്കിന്റെ സവിശേഷതകളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വയനാട്ടിലെ മാവോയിസ്റ്റ് ഏറ്റുമുട്ടൽ, ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശം. ചിമ്മിനി ഉൾക്കാടുകളിൽ വനം വകുപ്പ് പരിശോധന കർശനമാക്കി. പാലപ്പള്ളി കൊച്ചിൻ മലബാർ കമ്പനിയുടെ ചിമ്മിനി ഹെഡ് ഓഫീസ് തോട്ടം തൊഴിലാളികൾ ഉപരോധിച്ചു. ശമ്പളം ഗഡുക്കളായി നൽകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ചാലക്കുടിയിൽ ഇന്നസെന്റ് MP തന്നെ മത്സരിക്കും. ഒരവസരം കൂടി നൽകാൻ CPM സംസ്ഥാന സമിതി യോഗത്തിൽ തീരുമാനം. വീണ്ടും ജനവിധി തേടിയാലും ജയം ഉറപ്പെന്ന് ഇന്നസെന്റ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കനത്ത ശിക്ഷ ലഭിക്കുന്നതായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭാ സുരേന്ദ്രൻ. LDF-നും UDF-നും വോട്ട് നൽകിയാൽ ഒരേ ഫലമെന്നും ശോഭാ സുരേന്ദ്രൻ.
കുന്നംകുളം നഗരസഭ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ ഷാജി ആലിക്കൽ തൽസ്ഥാനം രാജിവെച്ചു. DCC പ്രസിഡന്റ് TN പ്രതാപന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് രാജി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.